വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. 1 ദിനവൃത്താന്തം 20-ാം അധ്യായം. വർഷാരംഭത്തിൽ രാജാക്കന്മാർ പുറത്തു പോകുന്ന കാലത്ത് യോവാബ് സൈന്യവ്യൂഹത്തെ നയിച്ച് അമ്മോന്യരുടെ ദേശം കൊള്ളയടിച്ചു. അവൻ ചെന്ന് റബ്ബ ഉപരോധിച്ചു. എന്നാൽ ദാവീദ് ജെറുസലേമിൽ തന്നെ താമസിക്കുകയായിരുന്നു. യോവാബ് റബ്ബ ആക്രമിച്ച് നശിപ്പിച്ചു. ദാവീദ് അവരുടെ രാജാവിൻ്റെ കിരീടം അയാളുടെ ശിരസിൽ നിന്ന് എടുത്തു. അതൊരു താലന്ത് സ്വർണം തൂക്കമുണ്ടെന്ന് അവൻ കണ്ടു. അതിൽ വിലയേറിയ ഒരു രത്നവും ഉണ്ടായിരുന്നു. ദാവീദ് അത് തൻ്റെ ശിരസിൽ അണിഞ്ഞു. ആ പട്ടണത്തിൽ നിന്ന് വളരെയേറെ കൊള്ള മുതൽ അവൻ പുറത്തു കൊണ്ടുവന്നു. അതിനകത്തുണ്ടായിരുന്ന ജനത്തെ അവൻ പുറത്തു കൊണ്ടുവന്ന് വാൾ, ഇരുമ്പുകത്തി, അറക്കവാളുകൾ എന്നിവ കൊണ്ട് വെട്ടിമുറിച്ചു. അമ്മോന്യരുടെ എല്ലാ പട്ടണങ്ങളോടും ദാവീദ് ഇങ്ങനെ ചെയ്തു. അനന്തരം ദാവീദും ജനം മുഴുവനും ജെറുസലേമിലേക്ക് മടങ്ങി. അതിനുശേഷം ഗേസറിൽ വെച്ച് ഫിലിസ്ത്യക്കാരുമായി ഒരു യുദ്ധം ഉണ്ടായി. അപ്പോൾ ഹുഷാത്യനായ സിബേക്കായി റഫായിം ചാദറെ തകർത്തു. അങ്ങനെ അവർ തോൽപ്പിക്കപ്പെട്ടു. ഫിലിസ്ത്യക്കാരുമായി വീണ്ടും യുദ്ധമുണ്ടായി. ജായിറിന്റെ പുത്രനായ എൽഹാനാൻ ഗിത്തുകാരനായ ഗോലിയാത്തിന്റെ സഹോദരൻ ലഹ്മിനെ വധിച്ചു. അവന്റെ കുന്തത്തണ്ട് നെയ്ത്തുകാരന്റെ ഓടം പോലെയായിരുന്നു. ഗത്തിൽ വെച്ച് വീണ്ടും യുദ്ധമുണ്ടായി. അവിടെ ഭീമാകാരനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. 6 വീതം 24 വിരലുകൾ അവനുണ്ടായിരുന്നു. അവനും റഫായിം ജാതനായിരുന്നു. ഇസ്രായേലിനെ അവൻ അധിക്ഷേപിച്ചപ്പോൾ ദാവീദിന്റെ സഹോദരനും ഷിമയായുടെ പുത്രനുമായ ജോനാഥാൻ അവനെ വധിച്ചു. റഫായിം ജാതരായിരുന്ന ഇവർ ഗത്തിൽ വെച്ച് ദാവീദിന്റെയും അവന്റെ ദാസന്മാരുടെയും കൈകളിൽ പതിച്ചു. 1 ദിനവൃത്താന്തം 21-ാം അധ്യായം. സാത്താൻ ഇസ്രായേലിനെതിരെ ഉയർന്ന് ഇസ്രായേലിന്റെ ജനസംഖ്യ എടുക്കാൻ ദാവീദിനെ പ്രേരിപ്പിച്ചു. ദാവീദ് യോവാബിനോടും സേനാനായകന്മാരോടും നിർദ്ദേശിച്ചു, എനിക്ക് ഇസ്രായേലിയരുടെ എണ്ണം അറിയേണ്ടതിന് നിങ്ങൾ പോയി ബേർഷബ മുതൽ ദാൻ വരെയുള്ള അവരുടെ എണ്ണമെടുത്ത് എൻ്റെ പക്കൽ എത്തിക്കുവിൻ. യോവാബ് പറഞ്ഞു, കർത്താവ് തൻ്റെ ജനത്തെ ഇപ്പോഴുള്ളതിൻ്റെ 100 ഇരട്ടിയായി വർദ്ധിപ്പിക്കട്ടെ. എൻ്റെ യജമാനനായ രാജാവേ, അവരെല്ലാം എൻ്റെ യജമാനൻ്റെ ദാസന്മാരല്ലയോ? പിന്നെ എന്തുകൊണ്ട് എൻ്റെ യജമാനൻ ഇത് അന്വേഷിക്കുന്നു? ഇസ്രായേലിന് എന്തിന് തിന്മ ഭവിക്കണം? രാജകൽപ്പന യോവാബിനെ സമ്മർദ്ദത്തിലാക്കി. യോവാബ് പുറപ്പെട്ട് ഇസ്രായേലിൽ മുഴുവൻ സഞ്ചരിച്ച് ജെറുസലേമിൽ തിരിച്ചെത്തി. യോവാബ് ദാവീദിന് ജനസംഖ്യാ കണക്ക് നൽകി. ഇസ്രായേൽ മുഴുവനിലും വാളയന്താവുന്നവർ 11 ലക്ഷം പേരും യോദായിൽ വാളയന്താവുന്നവർ 4,70,000 പേരും ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെ ഇടയിലുള്ള ലേവായരെയും ബെഞ്ചമിൻകാരെയും യോവാബ് എണ്ണിയില്ല. കാരണം യോവാബിന് രാജകൽപ്പന നിന്ദ്യമായി തോന്നി. ഈ കണക്കെടുപ്പ് ദൈവത്തിൻ്റെ ദൃഷ്ടികളിൽ തിന്മയായി തീർന്നു. അവിടുന്ന് ഇസ്രായേലിനെ പ്രഹരിച്ചു. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇക്കാര്യം പ്രവർത്തിച്ച് ഞാൻ വലിയ പാപം ചെയ്തു പോയി. ഇപ്പോൾ അങ്ങയുടെ ദാസന്റെ അകൃത്യം പൊറുക്കണമേ. എന്തെന്നാൽ വലിയ ഭോഷത്വമാണ് ഞാൻ ചെയ്തത്. ദാവീദിന്റെ ദീർഘദർശിയായ ഗാദിനോട് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്തു, നീ പോയി ദാവീദിനോട് പറയുക, കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു, ഞാൻ നിനക്കെതിരെ അയക്കുന്ന 3 കാര്യങ്ങളിൽ ഒന്ന് നീ തന്നെ തിരഞ്ഞെടുക്കുക, അത് ഞാൻ നിന്നോട് ചെയ്യും. ഗാദ് ദാവീദിന്റെ അടുത്ത് വന്ന് അവനോട് പറഞ്ഞു, കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു, ഇവയിൽ നിന്ന് തിരഞ്ഞെടുത്തു കൊള്ളുക. 3 വർഷത്തെ ക്ഷാമം, അല്ലെങ്കിൽ 3 മാസം നിന്റെ ശത്രുക്കളുടെ വാളിന്റെ വിജയവും എതിരാളികളുടെ മുൻപിൽ നിന്നുള്ള നിന്റെ പലായനവും, അതുമല്ലെങ്കിൽ 3 ദിവസം കർത്താവിന്റെ ഖഡ്ഗവും ദേശത്ത് മഹാമാരിയും ഇസ്രായേലിന്റെ എല്ലാ അതിർത്തിക്കുള്ളിലും കർത്താവിന്റെ ദൂതൻ നടത്തുന്ന സംഹാരവും. എന്നെ അയച്ചവന്റെ വാക്കിന് ഞാൻ എന്ത് മറുപടി നൽകണമെന്ന് ഇപ്പോൾ നീ തീരുമാനിക്കുക. ദാവീദ് ഗാദിനോട് പറഞ്ഞു, ഞാൻ വലിയ വിഷമാസന്ധിയിലായിരിക്കുന്നു.
കർത്താവിൻ്റെ കാരുണ്യം വളരെ വലുതാകയാൽ ഞാൻ അവിടുത്തെ കരങ്ങളിൽ പതിച്ചുകൊള്ളട്ടെ. മനുഷ്യകരങ്ങളിൽ ഞാൻ വീഴാതിരിക്കട്ടെ. അനന്തരം കർത്താവ് ഇസ്രായേൽ ഒരു മഹാമാരി അയച്ചു. ഇസ്രായേലിൽ നിന്ന് 70,000 ആളുകൾ മരിച്ചു വീണു. ജെറുസലേം നശിപ്പിക്കാൻ ദൈവം ഒരു ദൂതനെ അവിടേക്ക് അയച്ചു. അവനത് നശിപ്പിക്കുന്നത് കണ്ടപ്പോൾ ആ ദുരിതത്തെക്കുറിച്ച് കർത്താവ് പരിതപിച്ചു. നശിപ്പിച്ചുകൊണ്ടിരുന്ന ആ ദൂതനോട് അവിടുന്ന് പറഞ്ഞു, മതി, നിന്റെ കരം പിൻവലിക്കുക. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ജബൂസ്യനായ ഒർന്നാൻ്റെ മെതിക്കളത്തിനരികെ നിൽക്കുകയായിരുന്നു. ദാവീദ് തൻ്റെ കണ്ണുകൾ ഉയർത്തിയപ്പോൾ ജെറുസലേമിനെതിരെ കയ്യിൽ ഊരിയ വാളും നീട്ടി ആകാശത്തിനും ഭൂമിക്കും മധ്യേ നിൽക്കുന്ന കർത്താവിൻ്റെ ദൂതനെ കണ്ടു. അപ്പോൾ ദാവീദും ശ്രേഷ്ഠന്മാരും ചാക്കൊടുത്ത് സാഷ്ടാംഗം വീണു. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ജനത്തിൻ്റെ കണക്കെടുക്കാൻ പറഞ്ഞത് ഞാനല്ലേ? പാവം ചെയ്തതും ഞാനാണല്ലോ. തീർച്ചയായും ഞാൻ തിന്മ ചെയ്തു. ഈ അജഗണമോ അവർ എന്തു ചെയ്തു? എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങയുടെ കരം എനിക്കും എൻ്റെ പിതൃഭവനത്തിനും എതിരെ ആയിരിക്കട്ടെ. അങ്ങയുടെ ജനത്തിനെതിരെ മഹാമാരി ഉണ്ടാകാതിരിക്കട്ടെ. കർത്താവിൻ്റെ ദൂതൻ ഗാദിനോട് പറഞ്ഞു, ജബൂസ്യനായ ഒർന്നാൻ്റെ മെതിക്കളത്തിലേക്ക് കയറി ചെന്ന് അവിടെ കർത്താവിനൊരു ബലിപീഠം പണിതുയർത്താൻ ദാവീദിനോട് പറയുക. കർത്താവിൻ്റെ നാമത്തിൽ ഗാദ് പറഞ്ഞ വാക്കനുസരിച്ച് ദാവീദ് കയറി ചെന്നു. ഒർന്നാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ദൂതനെ കണ്ടു. ഒപ്പമുണ്ടായിരുന്ന അവൻ്റെ 4 മക്കളും ഒളിച്ചു കളഞ്ഞു. ഒർന്നാൻ ഗോതമ്പ് മെതിച്ചുകൊണ്ടിരുന്നു. ദാവീദ് ഒർന്നാൻ നിൽക്കുന്ന ഇടം വരെ ചെന്നു. ഒർന്നാൻ നോക്കിയപ്പോൾ ദാവീദിനെ കണ്ടു. അവൻ മെതിക്കളത്തിൽ നിന്ന് പുറത്തു വന്ന് ദാവീദിനെ നിലം പറ്റി വണങ്ങി. ദാവീദ് ഒർന്നോനോട് പറഞ്ഞു, കർത്താവിന് ഞാൻ ഒരു ബലിപീഠം പണിയേണ്ടതിന് മെതിക്കളത്തിൻ്റെ സ്ഥലം എനിക്ക് തരുക. പൂർണ്ണ വിലയ്ക്ക് നീ അത് എനിക്ക് തരുക. ജനത്തിൽ നിന്ന് ഈ മഹാമാരി ഒഴിഞ്ഞു പോകട്ടെ. ഒർന്നാൻ ദാവീദിനോട് പറഞ്ഞു, എൻ്റെ യജമാനനായ രാജാവിന് തൻ്റെ ദൃഷ്ടികളിൽ ഉചിതമായത് ചെയ്യാൻ അത് അങ്ങേക്കായി എടുത്തുകൊള്ളുക. നോക്കൂ, ഹോമയാഗങ്ങൾക്കുള്ള കാളകളും വിറകിന് മെതിവണ്ടികളും ധാന്യബലിക്കുള്ള ഗോതമ്പും ഞാൻ തന്നിരിക്കുന്നു. എല്ലാം ഞാൻ വിട്ടുതരുന്നു. ദാവീദ് രാജാവ് ഒർന്നോനോട് പറഞ്ഞു, പാടില്ല. പൂർണ്ണ വിലയ്ക്ക് മാത്രമേ ഞാൻ അത് വാങ്ങൂ. ഹോമയാഗം അർപ്പിക്കുന്നതിന് നിന്റേതായ ഒന്നും സൗജന്യമായി കർത്താവിനായി ഞാൻ എടുക്കുകയില്ല. ആ സ്ഥലത്തിന് 600 തൂക്കം സ്വർണശെക്കൽ ദാവീദ് ഒർന്നാനു കൊടുത്തു. ദാവീദ് അവിടെ കർത്താവിന് ഒരു ബലിപീഠം പണിതു. ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ച് അവൻ കർത്താവിനെ വിളിച്ചു. ഹോമയാഗപീഠത്തിന്മേൽ ആകാശത്തിൽ നിന്നുള്ള അഗ്നിയിലൂടെ അവിടുന്ന് അവന് ഉത്തരമരുളി. കർത്താവ് ദൂതനോട് കൽപ്പിക്കുകയും അവൻ വാൾ അതിൻ്റെ ഉറയിലേക്ക് തിരിച്ചു വെക്കുകയും ചെയ്തു. ജബൂസ്യനായ ഒർന്നാൻ്റെ മെതിക്കളത്തിൽ വെച്ച് കർത്താവ് തനിക്ക് ഉത്തരമരുളിയെന്ന് കണ്ടതിനാൽ അപ്പോൾ തന്നെ ദാവീദ് അവിടെ ബലിയർപ്പിച്ചു. മോശ മരുഭൂമിയിൽ വെച്ച് നിർമ്മിച്ച കർത്താവിൻ്റെ ആലയവും ഹോമയാഗപീഠവും അക്കാലത്ത് ഗിബെയോനിലെ പൂജാഗിരിയിലായിരുന്നു. ദൂതന്റെ വാളിൻ്റെ മുൻപിൽ ഭയന്നു വിറച്ചതുകൊണ്ട് ദൈവത്തോട് ഹിതമാരായുന്നതിന് അവിടുത്തെ മുൻപിലേക്ക് പോകാൻ ദാവീദിന് കഴിഞ്ഞില്ല. 1 ദിനവൃത്താന്തം 22-ാം അധ്യായം. ദാവീദ് പറഞ്ഞു, ഇതാണ് ദൈവമായ കർത്താവിൻ്റെ ആലയം, ഇസ്രായേലിൻ്റെ ഹോമയാഗത്തിനുള്ള ബലിപീഠവും ഇതുതന്നെ. അനന്തരം ഇസ്രായേൽ ദേശത്തുള്ള പരദേശികളെ വിളിച്ചുകൂട്ടാൻ ദാവീദ് കൽപ്പിച്ചു. ദൈവത്തിൻ്റെ ആലയം നിർമ്മിക്കുന്നതിനുള്ള കല്ല് ചെത്തിയൊരുക്കാൻ അവൻ കൽപ്പണിക്കാരെ നിയമിച്ചു. പടിവാതിലുകൾക്ക് വേണ്ട ആണികൾക്കും വിജാഗരികൾക്കുമായി ധാരാളം ഇരുമ്പ് ദാവീദ് തയ്യാറാക്കി. ഒപ്പം അളവില്ലാത്തത്ര പിച്ചളയും എണ്ണമറ്റ വിധം ദേവദാരു തടികളും സീദോൻകാരും സോറുകാരും ദാവീദിനായി ധാരാളം ദേവദാരു തടികൾ കൊണ്ടുവന്നിരുന്നു. ദാവീദ് പറഞ്ഞു, എൻ്റെ മകൻ സോളമൻ യുവാവും പരിചയക്കുറവുമുള്ളവനാണ്. കർത്താവിനായി പണിയാനിരിക്കുന്ന ആലയത്തിൻ്റെ മഹത്വവും പേരും പെരുമയും എല്ലാ ദേശങ്ങളിലും എത്തണം. അതിനായി വേണ്ടവ ഞാൻ ഇപ്പോൾ കരുതി വെക്കട്ടെ. ദാവീദ് തൻ്റെ മരണത്തിനു മുൻപ് ഏറെ ഒരുക്കങ്ങൾ നടത്തി. അവൻ തൻ്റെ പുത്രൻ സോളമനെ വിളിച്ച് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിന് ആലയം പണിയാൻ അവനെ ചുമതലപ്പെടുത്തി.
ദാവീദ് തൻ്റെ പുത്രൻ സോളമനോട് പറഞ്ഞു, എൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിന് ആലയം പണിയണമെന്നത് എൻ്റെ ഹൃദയാഭിലാഷമായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ വചനം എൻ്റെ മേൽ വന്ന് ഭവിച്ചു. നീ ഏറെ രക്തം ചിന്തി, വലിയ യുദ്ധങ്ങളും ചെയ്തു. നീ എൻ്റെ മുൻപിൽ ഇത്രയേറെ രക്തം ദേശത്ത് ചിന്തിയതിനാൽ എൻ്റെ നാമത്തിനായി നീ ആലയം പണിയുകയില്ല. ഇതാ നിനക്ക് ഒരു പുത്രൻ ജനിക്കും. അവൻ സ്വസ്ഥതയുടെ ആളായിരിക്കും. അവൻ്റെ ചുറ്റുമുള്ള എല്ലാ ശത്രുക്കളിൽ നിന്നും ഞാൻ അവന് സ്വസ്ഥത നൽകും. അവൻ്റെ നാമം സോളമൻ എന്നായിരിക്കും. അവൻ്റെ കാലത്ത് സമാധാനവും ശാന്തതയും ഞാൻ ഇസ്രായേലിന് നൽകും. അവൻ എൻ്റെ നാമത്തിനായി ആലയം പണിയും. അവൻ എനിക്ക് പുത്രനും ഞാൻ അവന് പിതാവുമായിരിക്കും. അവൻ്റെ രാജസിംഹാസനം ഇസ്രായേലിൽ ഞാൻ എന്നേക്കുമായി സുസ്ഥിരമാക്കും. ഇപ്പോൾ എൻ്റെ മകനെ, കർത്താവ് നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിന്നെക്കുറിച്ച് അവിടുന്ന് അരുൾ ചെയ്തതുപോലെ നീ അഭിവൃദ്ധിപ്പെട്ട് നിന്റെ ദൈവമായ കർത്താവിൻ്റെ ആലയം പണിയാനിടയാകട്ടെ. ഇസ്രായേലിൻ്റെ മേൽ കർത്താവ് നിന്നെ നിയമിക്കുമ്പോൾ തീർച്ചയായും നിന്റെ ദൈവമായ കർത്താവിൻ്റെ നിയമം പാലിക്കുന്നതിന് നിനക്ക് വിവേകവും അറിവും അവിടുന്ന് പ്രദാനം ചെയ്യും. ഇസ്രായേലിനെ പ്രതി കർത്താവ് മോശയെ അനുശാസിച്ച ചട്ടങ്ങളും പ്രമാണങ്ങളും അനുഷ്ഠിക്കാൻ നീ ജാഗരൂകനായാൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. ശക്തനും ധീരനും ആയിരിക്കുക, ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ അരുത്. ഇതാ കർത്താവിൻ്റെ ആലയത്തിന് 1,00,000 താലന്ത് സ്വർണവും 10,00,000 താലന്ത് വെള്ളിയും അളവില്ലാത്തത്ര പിച്ചളയും ഇരുമ്പും ഞാൻ ക്ലേശം സഹിച്ച് ശേഖരിച്ചിട്ടുണ്ട്. തടികളും കല്ലുകളും ഞാൻ കരുതിയിട്ടുണ്ട്. നീ അവയോട് ഇനിയും കൂട്ടിച്ചേർക്കണം. കല്ലുവെട്ടുകാരായ ജോലിക്കാരും കല്ലിൻ്റെയും തടിയുടെയും ശില്പികളും സകലവിധ ജോലികളിലും പ്രാവീണ്യമുള്ളവരും നിന്നോടൊപ്പം ഏറെയുണ്ട്. സ്വർണത്തിലും വെള്ളിയിലും പിച്ചളയിലും ഇരുമ്പിലും പണിയുന്നവർക്ക് കണക്കില്ല. ഉണർന്ന് പ്രവർത്തിക്കുക, കർത്താവ് നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. തൻ്റെ പുത്രൻ സോളമനെ സഹായിക്കാൻ ഇസ്രായേലിലെ എല്ലാ നായകന്മാരോടും ദാവീദ് കൽപ്പിച്ചു. അവൻ പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോടുകൂടിയില്ലേ? നിങ്ങളുടെ ചുറ്റും നിന്ന് അവിടുന്ന് നിങ്ങൾക്ക് സ്വസ്ഥതയുളവാക്കിയില്ലേ? കാരണം അവിടുന്ന് ദേശവാസികളെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ മുൻപിലും അവിടുത്തെ ജനത്തിന് മുൻപിലും ദേശം കീഴടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കാൻ നിങ്ങളുടെ ഹൃദയവും ആത്മാവും സമർപ്പിക്കുവിൻ. കർത്താവിൻ്റെ നാമത്തിനായി പണിയപ്പെടുന്ന ആലയത്തിലേക്ക് കർത്താവിൻ്റെ ഉടമ്പടി പേടകവും ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട ഉപകരണങ്ങളും കൊണ്ടുവരുന്നതിനായി നിങ്ങൾ ഉണർന്ന് ദൈവമായ കർത്താവിൻ്റെ വിശുദ്ധ സ്ഥലം നിർമ്മിക്കുവിൻ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായം. കന്യകയായ ബാബിലോൺ പുത്രി ഇറങ്ങി പൊടിയിലിരിക്കുക. കൽദായ പുത്രി സിംഹാസനമില്ലാതെ നിലത്തിരിക്കുക. തീർച്ചയായും നിന്നെ അവർ ഇനിമേൽ മൃദുലയെന്നും കോമളയെന്നും വിളിക്കുകയില്ല. നീ തിരികല്ലെടുത്ത് മാവ് പൊടിക്കുക. നിന്റെ മൂടുപടം നീക്കുക. മേലങ്കി ഉരിയുക. കാലുകൾ നഗ്നമാക്കി നദികൾ കടക്കുക. നിന്റെ നഗ്നത അനാവൃതമാകും. നിന്റെ ലജ്ജ വെളിപ്പെടുകയും ചെയ്യും. ഞാൻ പ്രതികാരം ചെയ്യും. മനുഷ്യനാണെന്ന് പരിഗണിക്കുകയില്ല. നമ്മെ വീണ്ടെടുക്കുന്നവൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ്. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. കൽദായ പുത്രി നിശബ്ദമായിരിക്കുക. നീ അന്ധകാരത്തിലേക്ക് പോവുക. തീർച്ചയായും രാജ്യങ്ങളുടെ റാണിയെന്ന് ഇനിമേൽ അവർ നിന്നെ വിളിക്കുകയില്ല. ഞാൻ നിന്റെ ജനത്തോട് കോപിച്ചു. എൻ്റെ അവകാശം അശുദ്ധമാക്കി. ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. നീ അവരോട് ആർദ്രത കാണിച്ചില്ല. വൃദ്ധൻ്റെ മേൽ നീ നുകം അതികഠിനമാക്കി. എന്നേക്കും ഞാൻ രാജ്ഞിയായിരിക്കും എന്ന് നീ വിചാരിച്ചു. നീ ഇത് മനസ്സിലാക്കിയില്ല. ഇതിൻ്റെ അന്ത്യമെന്തെന്ന് ഓർത്തതുമില്ല. ഞാനാകുന്നു, വേറൊരുവനുമില്ല. ഞാൻ വിധവയായിരിക്കുകയില്ല. പുത്രനഷ്ടം ഞാൻ അറിയുകയുമില്ല എന്ന മനസ്സിൽ സങ്കല്പിച്ച് സുരക്ഷിതയായിരിക്കുന്ന സുഖഭോഗിനി, ഇപ്പോൾ ഇത് ശ്രവിക്കുക. ഇവ രണ്ടും, പുത്രനഷ്ടവും വൈധവ്യവും, ഒരു ദിവസം ഒരു നിമിഷത്തിൽ തന്നെ നിനക്ക് ഭവിക്കും. നിന്റെ പെരുകിയ ക്ഷുദ്രപ്രയോഗങ്ങളുടെയും ധാരാളമായ മാന്ത്രിക ശക്തിയുടെയും മധ്യേ അവ പൂർണ്ണതയിൽ നിന്റെ മേൽ വരും.
നിന്റെ ക്രൂരതയിൽ നീ ആശ്രയിച്ചു. ആരും എന്നെ കാണുന്നില്ല എന്ന് നീ വിചാരിച്ചു. നിന്റെ ജ്ഞാനവും നിന്റെ അറിവും അത് നിന്നെ വഴിതെറ്റിച്ചു. ഞാനാകുന്നു, വേറൊരുവനുമില്ല എന്ന് നീ മനസ്സിൽ കരുതി. നിനക്ക് അപരിഹാര്യമായ അത്യാഹിതം നിന്റെ മേൽ പതിക്കാനും നീ അറിയാത്ത കെടുതി പെട്ടെന്ന് നിന്റെ മേൽ വരാനുമായി ക്ഷുദ്രപരിഹാരം ചെയ്യാൻ നിനക്ക് അറിഞ്ഞുകൂടാത്ത തിന്മ നിന്റെ മേൽ വന്നെത്തും. നിന്റെ ചെറുപ്പം മുതലേ നീ അനുവർത്തിച്ചു തളർന്ന നിന്റെ മന്ത്രവാദങ്ങളോടുകൂടെയും ക്ഷുദ്രപ്രയോഗങ്ങളുമായും തുടർന്നു കൊള്ളുക. ഒരുപക്ഷെ വിജയിക്കാൻ നിനക്ക് കഴിഞ്ഞേക്കാം. ഒരുപക്ഷെ നീ ഭീതി ഉളവാക്കിയേക്കാം. ഉപദേശാധിക്യം കൊണ്ട് നീ മടുത്തിരിക്കുന്നു. ജ്യോതിഷക്കാരും നക്ഷത്രങ്ങൾ നോക്കുന്നവരും നിനക്ക് വന്നു ചേരാനിരിക്കുന്നവ അമാവാസികളിൽ അറിയുന്നവരും നിന്നെ രക്ഷിക്കാനായി എഴുന്നേറ്റ് നിൽക്കട്ടെ. ഇതാ അവർ വൈക്കോൽ തുരുമ്പ് പോലെയായി. അഗ്നി അവരെ ദഹിപ്പിക്കുന്നു. ജ്വാലയുടെ പിടിയിൽ നിന്ന് അവർ തങ്ങളെ തന്നെ രക്ഷിക്കുകയില്ല. അത് കായാനുള്ള കനലോ മുമ്പിലിരിക്കാനുള്ള ജ്വാലയോ അല്ല. ചെറുപ്പം മുതൽ നിന്നോടൊത്ത് വ്യാപരിച്ചിരുന്ന നിന്റെ വ്യവഹാരികൾ ഇങ്ങനെ ആയിത്തീരും. ഓരോരുത്തരും അവനവൻ്റെ വഴിയെ പിഴച്ചുപോയി. നിനക്ക് രക്ഷകനില്ലാതായി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമിയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമിയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നല്ലോ. യേശു അവനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കുക. 2-ാം പ്രാവശ്യവും അവൻ ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നല്ലോ. അവൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അവൻ 3-ാം പ്രാവശ്യവും അവനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് 3-ാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീയെല്ലാം അറിയുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്നും നീ മനസ്സിലാക്കുന്നു. യേശു പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഇതവൻ പറഞ്ഞത് ഏതു വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കാനാണ്. അതിനുശേഷം യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു സ്നേഹിച്ച ശിഷ്യൻ പിന്നാലെ വരുന്നത് കണ്ടു. ഇവനാണ് അത്താഴ സമയത്ത് യേശുവിൻ്റെ വക്ഷസ്സിൽ ചാരിക്കിടന്നുകൊണ്ട്, കർത്താവെ, നിന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നതാരാണ് എന്ന് ചോദിച്ചത്. അവനെ കണ്ടപ്പോൾ പത്രോസ് യേശുവിനോട് ചോദിച്ചു, കർത്താവെ, ഇവൻ്റെ കാര്യമോ? യേശു പറഞ്ഞു, ഞാൻ വരുന്നതുവരെ ഇവൻ ഉണ്ടായിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത്? നീ എന്നെ അനുഗമിക്കുക. ആ ശിഷ്യൻ മരിക്കുകയില്ല എന്ന ഒരു സംസാരം സഹോദരരുടെ ഇടയിൽ പരന്നു. എന്നാൽ അവൻ മരിക്കുകയില്ല എന്നല്ല യേശു പറഞ്ഞത്. പ്രത്യുത, ഞാൻ വരുന്നതുവരെ അവൻ ഉണ്ടായിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത് എന്നാണ്. ഈ ശിഷ്യൻ തന്നെയാണ് ഇവയെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നതും ഇവ എഴുതിയതും. അവൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് ഞങ്ങൾക്കറിയാം. യേശു ചെയ്ത മറ്റനേകം കാര്യങ്ങളുമുണ്ട്. അവ ഓരോന്നും എഴുതിയിരുന്നെങ്കിൽ എഴുതപ്പെടുന്ന ഈ ഗ്രന്ഥങ്ങൾ ലോകത്തിന് ഉൾക്കൊള്ളാനാവുകയില്ല എന്ന് ഞാൻ കരുതുന്നു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എൻ്റെ ആത്മാവിനാശ്വാസം.